ഹേയ് ഗായ്സ്, എല്ലാവർക്കും WWE മലയാളം ഗോസിപ്പിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. റസൽമേനിയ 40 കഴിഞ്ഞ് നിൽക്കുകയാണ്. റസൽമേനിയ 40 കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ റോമൻ റെയിൻസിനെ എവിടെയും കണ്ടിട്ടില്ല. പക്ഷേ ഫാൻസ് മുഴുവൻ താങ്ക് യു റോമൻ എന്നുള്ള ചാൻറ്റുകളെല്ലാം തന്നെ ചെയ്യുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇനി എന്താണ് റോമൻ റെയിൻസിൻ്റെ ഭാവി? റോമൻ റെയിൻസ് വീണ്ടും ചാമ്പ്യൻഷിപ്പിന് വേണ്ടി തന്നെയായിരിക്കുമോ പോവുക? എന്നാൽ അല്ല എന്നുള്ളതും, അതുപോലെ തന്നെ റോമൻ റെയിൻസ് അദ്ദേഹത്തിൻ്റെ ഹീൽ ക്യാരക്ടറിൽ നിന്നും ഫേസ് ക്യാരക്ടറിലേക്ക്, അതായത് റോമൻ റെയിൻസ് ഒരു ഹീറോ പരിവേഷത്തിലേക്ക് മാറുകയാണ് എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ റോമൻ റെയിൻസിൻ്റെ കരിയറിൽ ഇനി നടക്കാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളതെല്ലാം തന്നെ നമുക്കൊന്ന് ചെറുതായിട്ട് നോക്കിയിട്ട് വരാം. WWE-യിൽ ഏകദേശം 4 വർഷത്തോളമായി റോമൻ റെയിൻസ് ചാമ്പ്യനായി നിലനിൽക്കുന്നു. ആ 4 വർഷത്തോളം കാലവും അദ്ദേഹം തന്നെയായിരുന്നു WWE-യെ ചുമലിലേറ്റി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഒരുപാട് പേർ അദ്ദേഹത്തിന് സപ്പോർട്ടിങ്ങിനായിട്ട് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും, അതായത് ഇപ്പോൾ ജേവ്സോ ആയിക്കോട്ടെ, സാമിസൻ ആയിക്കോട്ടെ, ഡ്രൂ മെക്കിൻഡർ ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് പേർ അദ്ദേഹം ആ ഒരു ചാമ്പ്യനായി ഇരുന്നിട്ടുണ്ടായിരുന്ന സമയത്ത് തന്നെ പല പൊസിഷനിൽ വന്നുകൊണ്ട് നിന്ന് മത്സരിച്ചിട്ടുണ്ടായിരുന്നവരായിരുന്നു. എന്നാലും ഈ ഒരു കമ്പനിയെ മുഴുവനായിട്ടും മുൻനിർത്തിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നത് റോമൻ റെയിൻസ് തന്നെയായിരുന്നു എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. ആ ഒരു സമയത്ത് തന്നെ എല്ലാവരും റോമൻ റെയിൻസിൻ്റെ കയ്യിൽ നിന്നും ചാമ്പ്യൻഷിപ്പ് എത്രയും പെട്ടെന്ന് ഒഴിവാക്കണമെന്ന് തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ റോമൻ റെയിൻസിൻ്റെ കയ്യിൽ നിന്നും ചാമ്പ്യൻഷിപ്പ് പോയതിനു ശേഷം എല്ലാവരുടെയും ആഗ്രഹം വീണ്ടും റോമൻ തിരിച്ചു വരണം, വീണ്ടും റോമൻ ചാമ്പ്യൻ ആകണം. അതുപോലെ തന്നെ റോമൻ റെയിൻസിൻ്റെ കയ്യിൽ നിന്നും ആ ഒരു ചാമ്പ്യൻഷിപ്പ് പോകേണ്ടിയിരുന്നില്ല, ഇനി എത്രത്തോളം മോശമായിട്ടുള്ളൊരു സ്റ്റോറി ലൈനിലേക്ക് ആയിരിക്കുമോ പോവുക എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെയായിരുന്നു ഫാൻസ് കൂടുതലും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും റസൽമേനിയ 40 തോറ്റതിന് ശേഷം റോമൻ റെയിൻസിനെ പിന്നീട് നമ്മൾ എവിടെയും തന്നെ കണ്ടിട്ടില്ലായിരുന്നു. എന്നാൽ ഫാൻസുകൾ എല്ലാവരും തന്നെ തിരഞ്ഞു നടക്കുന്നതും റോമൻ റെയിൻസിനെ തന്നെയായിരുന്നു. ഏറ്റവും അവസാനം നടന്നിട്ടുണ്ടായിരുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിൽ പോൾ ഹെയ്മാനും സോളോ സിക്കോയും ജിമ്മി ഉസോയും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവർ 3 പേരും കൂടി സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് തന്നെ ജിമ്മി ഉസോയെ സോളോ സിക്കോവ കെട്ടിപ്പിടിക്കുകയും അത് കഴിഞ്ഞതിന് ശേഷം ഒരു പ്രധാനപ്പെട്ട വ്യക്തി അവിടേക്ക് വരികയുണ്ടായി. തമാ തോങ്ക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന NJPW-ലെല്ലാം തന്നെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന, WWE-യിൽ ആദ്യമായി ഡെബ്യൂ ചെയ്യുന്ന ആ ഒരു റെസ്ലറും അങ്ങനെ സ്മാക്ഡൗണിലേക്ക് വരികയുണ്ടായി. ജിമ്മി ഉസോയെ ആ ഒരു റെസ്ലർ അറ്റാക്ക് ചെയ്യുകയുണ്ടായി. സോളോ സിക്കോവ ആൻഡ് തമാ തോങ്ക 2 പേരും കൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് ജിമ്മി ഉസോയെ അറ്റാക്ക് ചെയ്യുന്ന കാഴ്ച തന്നെയായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പോൾ ഹെയ്മാൻ പേടിച്ചിരണ്ട് അവിടെ നിൽക്കുകയും പോൾ ഹെയ്മാൻ്റെ അടുത്ത് എന്തുകൊണ്ട് ട്രൈബൽ ചീഫിൻ്റെ ഓർഡറാണിത്, അതിന് വേണ്ടിയിട്ടാണ്, ആ ഒരു ഓർഡർ കിട്ടിയിട്ടാണ് താൻ എന്ത് ചെയ്യുന്നത്, ഇവിടെ അറ്റാക്ക് ചെയ്യുന്നത് എന്നുള്ളത് സോളോ സിക്കോവ അവിടെ പറയുകയുണ്ടായി. അപ്പോൾ തന്നെ പോൾ ഹെയ്മാൻ ഫോൺ എടുത്ത് നമ്മുടെ റോമൻ റെയിൻസിനെ വിളിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് വിളിക്കാൻ സമ്മതിച്ചിട്ടില്ലായിരുന്നു സോളോ. അപ്പോൾ തന്നെ പോൾ ഹെയ്മാന് വളരെയധികം ഡൗട്ടായിട്ടുണ്ടായിരുന്നു, റോമൻ റെയിൻസ് സമ്മതിച്ചിട്ടുണ്ടായിരിക്കുമോ ജിമ്മി ഉസോയെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെല്ലാം തന്നെ. പക്ഷേ ആ സമയത്ത് സോളോ സിക്കോവ ഒന്നിനും തന്നെ സമ്മതിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പുതിയ ട്രൈബൽ ചീഫ് അവിടെ ഉടലെടുത്തു എന്നുള്ളത് തന്നെയാണ്. ഒന്നുകിൽ പുതിയ ട്രൈബൽ ചീഫായിട്ട് റോക്ക് വരും, അല്ല എന്നുണ്ടെങ്കിൽ പുതിയ ട്രൈബൽ ചീഫായിട്ട് താൻ തന്നെയായിരിക്കും വരിക എന്നുള്ളത് റോമൻ റെയിൻസിൻ്റെ റൈറ്റ് ഹാൻഡ് ആയിട്ടുണ്ടായിരുന്ന സോളോ സിക്കോവ അനൗൺസ് ചെയ്യും. അതായത് പുതിയ ട്രൈബൽ ചീഫായിട്ട് സോളോ വരുന്നതാണ് എന്നുള്ളതെല്ലാം തന്നെയാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ സോളോ അദ്ദേഹത്തിൻ്റെ തീരുമാനം അനുസരിച്ച് പുതിയ ബ്ലഡ് ലൈൻ ടീം ഉണ്ടാക്കിയെടുക്കും എന്നുള്ളതും നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ റോമൻ റെയിൻസിൻ്റെ ഒരു തിരിച്ചുവരവ് അത് കുറച്ച് നാളുകൾക്ക് ശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതും, എന്നാൽ അദ്ദേഹം തിരിച്ചു വരുമ്പോൾ അതൊന്നൊന്നര തിരിച്ചുവരവായിരിക്കും, പഴയ ബിഗ് ഡോഗ് ക്യാരക്ടറിലായിരിക്കില്ല, ഇപ്പോഴത്തെ ട്രൈബൽ ചീഫ് ക്യാരക്ടർ തന്നെ, എന്നാൽ അതൊരു ഫേസ് ക്യാരക്ടറായിട്ട് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. സോളോ ഇനി മുതൽ സ്മാക്ഡൗണിൽ എല്ലാവരെയും അറ്റാക്ക് ചെയ്യുന്ന വളരെ വലിയൊരു ഹീൽ ക്യാരക്ടറായിട്ട് മാറുകയും ആ സോളോയെ നേരെയാക്കാൻ വേണ്ടി, നന്നാക്കാൻ വേണ്ടി, ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് റോമൻ റെയിൻസിൻ്റെ ഒരു മരണമാസ തിരിച്ചുവരവും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഇത്രയും കാലം തന്നെ തെറി വിളിച്ചിട്ടുണ്ടായിരുന്നവരെല്ലാവരും തന്നെ തൻ്റെ ഫാനായി മാറും എന്നുള്ളത് റോമൻ റെയിൻസിനും അറിയാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അത്രത്തോളമുള്ളൊരു കിടിലൻ ക്യാരക്ടർ തന്നെയായിരുന്നു ട്രൈബൽ ചീഫ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന 4 വർഷക്കാലം നീണ്ടു നിന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ക്യാരക്ടർ. അതുകൊണ്ട് തന്നെ ഫാൻസുകൾ എല്ലാവരും റോമൻ റെയിൻസിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും. ബിഗ് ഡോഗ് റോമൻ റെയിൻസിനെ ബൂ ചെയ്തതുപോലെ, കൂക്കി വിളിച്ചതുപോലെ ആരും തന്നെ ഈ ഒരു ട്രൈബൽ ചീഫ് ക്യാരക്ടറിനെ കൂക്കി വിളിക്കില്ല എന്നുള്ളത് എനിക്ക് 100% ഷുവർ തന്നെയാണ്. അപ്പോൾ ഞാൻ കാത്തിരിക്കുകയാണ് ഫേസ് ക്യാരക്ടറായിട്ട് റോമൻ റെയിൻസിൻ്റെ തിരിച്ചുവരവിന് വേണ്ടിയിട്ട്. ഫാൻസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന റോമൻ റെയിൻസിൻ്റെ തിരിച്ചുവരവിന് വേണ്ടിയിട്ട് റോമൻ്റെ കൂടെ ജിമ്മി ഉസോയും കുറച്ച് നാളുകൾക്ക് ശേഷം ജേ ഉസോയും ഇനി അഥവാ സാമി സെയിനും എല്ലാവരും കൂടി റോമൻ്റെ കൂടെ ചേർന്നുകൊണ്ട്
ഒരു ഫേസ് ട്രൈബൽ ചീഫിൻ്റെ ടീം, അതായത് ഒരു ഫേസ് ബ്ലഡ് ലൈൻ അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ കിടിലൻ സ്റ്റോറി ലൈൻ തന്നെയായിരിക്കും അത് എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് തുടർന്ന് പോയിട്ട് അടുത്ത വർഷത്തെ റൊസൽമേനിയയിൽ, അതായത് റൊസൽമേനിയ 41 റോമൻ റെയിൻസ് വേഴ്സസ് ദ റോക്ക് തമ്മിലുള്ള ഒരു മാച്ചും കൂടി നമുക്ക് കാണാൻ സാധിക്കട്ടെ എന്നുള്ളതും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു കിടിലൻ സ്റ്റോറി ലൈൻ വീണ്ടും വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ കാത്തിരിക്കുന്നു, എല്ലാവരും അതിനു വേണ്ടിയിട്ട് റെഡിയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ റോമൻ റെയിൻസ് ഫേസ് ക്യാരക്ടറായി മാറുകയാണെന്നുണ്ടെങ്കിൽ ആരായിരിക്കും റോമൻ്റെ ടീംമേറ്റ്സ് ആയിട്ടുണ്ടായിരിക്കുക? റോമൻ്റെ കൂടെ ജിമ്മി ഉസോ, ജേ ഉസോ ഇവരെല്ലാം തന്നെ ഉണ്ടായിരിക്കുമോ? അതുപോലെ തന്നെ വേറെ ആരെങ്കിലും ഇടയിൽ കയറി വരുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.